പരിതാപകരമായി വിഴിഞ്ഞത്തെ KSRTC ഡിപ്പോ. ജീവനക്കാരുടെ റെസ്റ്റ് റൂമും ശോചനീയാവസ്ഥയിൽ. കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. സുനിഷ അയ്യല്ലൂർ ചേരുന്നു. സുനിഷ, അടുത്ത ഇടം, അടുത്ത പ്രശ്നം പറയാവുന്നതാണ്. റോഷ്നി, ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി നമ്മൾ വാചാലമായി സംസാരിക്കാറുണ്ട്. പക്ഷെ വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടടുത്തായുള്ള വിഴിഞ്ഞം KSRTC ഡിപ്പോയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ ഇതാ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എന്താണ് എന്ന് കാണിക്കുന്നതാണ്. പൂർണ്ണമായും ഇപ്പോൾ കോൺക്രീറ്റ് ഒന്നും കാണാനില്ല. പക്ഷെ അതിനിടെ അകത്തുണ്ടായിരുന്ന ഈ കമ്പികളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതാണ് ഇപ്പോൾ ഡിപ്പോയിൽ കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും KSRTC ബസ് കയറാൻ വരുന്നവർ ഈ സ്റ്റാൻഡിലേക്ക് കയറി ഇരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഏത് നിമിഷവും ഇത് വീഴുമോ എന്ന പേടിയിൽ നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ മുതൽ മുതിർന്നവരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഈ കെട്ടിടങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതാ ഇവിടെ ഇരിക്കേണ്ട ഒരു സ്ഥലം കാണും. ഇത് നേരത്തെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടതാണ്. പക്ഷേ ഈ കമ്പി കണ്ടോ റോഷ്നി? ഇപ്പോഴും കമ്പി പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഏത് നിമിഷമാണ് പൊട്ടി വീഴുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ആശങ്ക ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കുഞ്ഞു മക്കളടക്കം വരുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ട് വലിയ തരത്തിലൊരു ശ്രദ്ധ ഇവിടേക്ക് വേണമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ തന്നെ ഇപ്പോൾ അർജുൻ കല്യാട് പറഞ്ഞതുപോലെ അവിടെ എങ്ങനെയായിരുന്നു അതേ സാഹചര്യം നമ്മൾ ഇവിടെയും വിശദീകരിച്ചതാണ്. അന്നൊക്കെ ഇതിന്റെ പണി പൂർത്തിയാക്കും, അറ്റകുറ്റപ്പണികൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ചേട്ടാ, ഇതിപ്പോൾ യാത്രക്കാർ ഇവിടെ വരുമ്പോൾ വലിയ പേടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ പേടിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ പേര് പിരുവ വിനോദ് കുമാർ എന്നാണ്. പൗരാഷ്ട്ര സമിതിയുടെ സെക്രട്ടറിയാണ്. ഇത് ഒരു 15 വർഷത്തെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. മെയിൻ്റനൻസ് പണികൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഈ കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ പേടിയുണ്ടോ? വീഴോന്ന് പേടിയുണ്ടോ? വീഴുന്ന കമ്പികളെല്ലാം വെളിയിൽ കണ്ടിരിക്കുകയാണ്. 1500ഓളം യാത്രക്കാർ ദിവസവും ഈ ബസ് സ്റ്റാൻഡ് ബസ് ഇവിടെ ഈ ഡിപ്പോയിൽ നിന്ന് യാത്ര പോയി വരികയും ചെയ്യുന്ന ഒരു ഡിപ്പോയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയാണ്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. MP ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് പണികൾ ചെയ്യുന്നില്ല. അപ്പം അതാണ് ഈ അവസ്ഥകൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ കെട്ടിടങ്ങളും ഡിപ്പോ എല്ലാം ഇതാണ് അവസ്ഥയിൽ ഇരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെയാണ്, മെയിൻ്റനൻസ് ഒന്നും കൃത്യമായി നടക്കാത്തതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഡിപ്പോയുടെ സ്ഥിതിയാണ്. റോഷ്നി, മറ്റൊരു സ്ഥലം കൂടി നമ്മളിപ്പോൾ കാണിച്ചു തരാം. അതായത് വേണമെങ്കിൽ നമ്മുടെ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ ഈ ഡിപ്പോക്ക് മുന്നിലുള്ള കുഴികളെല്ലാം കാണാമെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ ഈ കറക്റ്റ് മുന്നിലായി വലിയ കുഴികളുണ്ട്. ഈ കുഴിയൊക്കെ താണ്ടി വേണം ഈ സ്റ്റാൻഡിലേക്ക് എത്തുന്ന ആളുകൾക്ക് വരാൻ എന്നുള്ളതാണ്. ഇതിപ്പോൾ യാത്രക്കാരുടെ പ്രശ്നമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് റോഷ്നി. ഇതാ ഈ കാണുന്ന കെട്ടിടം, അതാ ഇവിടെയുള്ള ജീവനക്കാർ, KSRTC ജീവനക്കാർ താമസിക്കുന്ന റെസ്റ്റ് ഹൗസ് ആണ്. അതിൻ്റെ സ്ഥിതി അതിലും ദയനീയമാണ്. ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് അകത്ത് കയറാൻ പറ്റാത്തത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ ചുമരുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലാണ്. എല്ലാം കമ്പി കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകൾ പറയുന്നതേ, ഈ 3 ഓട്ടമൊക്കെ ഓടിയതിനു ശേഷം എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാമെന്ന് കരുതി വീട്ടിലേക്ക് പോകുന്ന ആളുകൾ, ഇവിടെ നിന്ന് സ്ഥലം മാറ്റം ചോദിക്കുന്ന ജീവനക്കാരിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്തിനാണ് ജീവൻ കളഞ്ഞും ഈ കെട്ടിടത്തിൽ താമസിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് ജീവനക്കാർ പ്രധാനമായും ചോദിക്കുന്നത്. 19 വർഷത്തെ പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷേ ഇപ്പോഴും മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ ജനൽപ്പാളികളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അത് ഒരു കാര്യം. ഇനി ജനൽ പോട്ടെ, ഏത് നിമിഷവും കെട്ടിടം തന്നെ വീഴുമെന്നുള്ള സ്ഥിതിയാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. അകത്തേക്ക് പോയാൽ ചുമലുകളിലെല്ലാം വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ചുമരിൻ്റെ മുകളിലെല്ലാം തന്നെ ഇതാ ഈ കമ്പിയൊക്കെ ഊരി പുറത്തേക്ക്, കമ്പി നേരത്തേക്ക് നമുക്ക് അവിടെ കാണാൻ മാത്രമായിരുന്നു കഴിഞ്ഞത്. കമ്പിയൊക്കെ ദ്രവിച്ച് ഇങ്ങനെ ചാഞ്ഞ് പുറത്തേക്ക് വരുന്ന സ്ഥിതിയായി. കമ്പിയൊക്കെ ദ്രവിച്ച് പൊട്ടി താഴെ വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് പുറത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് റോഷ്നി. അകത്ത് അതിഭീകരമായ സാഹചര്യമാണുള്ളത്. ഏത് നിമിഷം ഇങ്ങനെ പൊട്ടി വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക്. നിലവിൽ ഇപ്പോൾ 20ഓളം ജീവനക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരോട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റാനാണ് സാധാരണ രീതിയിൽ ഈ ദീർഘദൂര സർവീസൊക്കെ കഴിഞ്ഞ് ജീവനക്കാർ ഇവിടെ വന്ന ഒന്ന് ഒരു റെസ്റ്റ് എടുക്കുന്നത്. പക്ഷേ ആ റെസ്റ്റ് എടുക്കുന്ന സമയം പോലും ഇങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പേടിയോടുകൂടി നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ്. ആളുകൾ വിചാരിക്കും ഇത് എപ്പോൾ വീഴുമെന്നുള്ളൊരു ആശങ്കയിലാണുള്ളത്. ഇതിലൊരു പരിഹാരം കാണണമെന്നുള്ളൊരു ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. കഴിഞ്ഞ തവണ KV ഗണേഷ് കുമാർ മന്ത്രിയായ സമയത്ത് ഇവിടെ എത്തി ഇതെല്ലാം ഈ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പുതിയ സർക്കാർ വരുമ്പോൾ ഇതിലൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് ഇവിടെയുള്ള ജീവനക്കാരെല്ലാം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും അത്തരത്തിലൊരു മാറ്റം വേണമെന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു KSRTC ഡിപ്പോയുടെ സ്ഥിതി നമ്മൾ കണ്ടു. KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ വലിയ കുഴി നമ്മൾ കണ്ടു. അതിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള റെസ്റ്റ് ഹൗസിന്റെ സാഹചര്യം കൂടി കണ്ടു. അങ്ങനെ KSRTC ഡിപ്പോ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഏറ്റവും അധികം KSRTC സർവീസുകൾ നടത്തുന്ന ഒരിടം കൂടിയാണ് വിഴിഞ്ഞം എന്നുള്ളത്. പക്ഷേ ആ ഇടത്താണ് ഇത്തരത്തിൽ വലിയ അനാസ്ഥ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായ ഒരു മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ലാതെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുമായിരുന്ന ഇടമാണ് ഇത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതൊന്നും നടത്താത്തത് കൊണ്ട്
ഇതുപോലെ കെട്ടിടങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. അനേകം ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ 1500-ലധികം യാത്രക്കാർ പോകുന്ന ഒരിടമാണ്. ദിനം പ്രതി 1500-ലധികം യാത്രക്കാർ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ അവസ്ഥയൊക്കെയാണ് ഇങ്ങനെയുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ അധികാരികൾ കാണേണ്ടതുണ്ട്. കൃത്യമായി ഇതിലൊരു അറ്റകുറ്റപ്പണികൾ നടത്തി അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. റോഷ്നി, സുനിഷ അയ്യല്ലൂരാണ് വിശദീകരിച്ചത്. അനക്കമില്ലാത്ത അധികൃതരെയൊക്കെ ഉണർത്തേണ്ട സമയമായി, സർക്കാർ അത് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ പുതിയ സർക്കാരിന്റെ കർമ്മപദ്ധതികളിൽ ഈ പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ പുതുക്കി പണിയുക എന്നുള്ള കാര്യമൊക്കെ വളരെ വേഗത്തിൽ ചെയ്യേണ്ടതാണ്. കാരണം ഇല്ലെങ്കിൽ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം അപകടമാണെന്നേ പറയാനുള്ളൂ.